സംഗീത പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് സുജാത മോഹൻ. 1975-ൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്ത് സുജാത തന്റെ സാന്നിധ്യം അറിയിച്ചത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ 2000-ലധികം പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ട്. കേരള, തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും സുജാതയെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളത്തിന്റെ ഭാവഗായകനായ പി ജയചന്ദ്രനെ കുറിച്ച് സംസാരിക്കുകയാണ് സുജാത. കുട്ടിക്കാലം മുതലേ ജയചന്ദ്രനെ അറിയാമായിരുന്നുവെങ്കിലും പരിചയപ്പെടാനോ സംസാരിക്കാനോ സാധിച്ചിട്ടില്ലെന്ന് സുജാത പറഞ്ഞു. യേശുദാസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ജയേട്ടനോട് ആദ്യമായി സംസാരിച്ചത് എന്നും ആ അനുഭവം ഒരിക്കലും മറക്കില്ലെന്നും സുജാത കൂട്ടിച്ചേർത്തു. ഇടയ്ക്ക് മലയാളത്തിൽ നിന്നും അദ്ദേഹം ഇടവേള എടുത്തതെന്നും തിരിച്ചുവരവിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടിൽ തനിക്കും കൂടെ പാടാൻ സാധിച്ചെന്നും സുജാത പറഞ്ഞു. പിന്നീട് ഒരുപിടി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തോടൊപ്പം പാടാൻ സാധിച്ചതെന്നും അതെല്ലാം ഇന്നും പലവരുടെയും ഫേവറേറ്റ് ആണെന്നും സുജാത കൂട്ടിച്ചേർത്തു. ആരെയും കൂസാത്ത സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെതെന്നും ആരെയും പേടിക്കാതെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തോട് തനിക്ക് പലപ്പോഴും ആരാധന തോന്നിയിട്ടുണ്ടെന്നും സുജാത പറഞ്ഞു. ആരോടും എന്തും തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആളായിരുന്നു ജയചന്ദ്രനെന്നും അതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ലെന്നും സുജാത കൂട്ടിച്ചേർത്തു. അത്തരം ആളുകൾ വളരെ കുറവാണെന്നും സുജാത പറഞ്ഞു. ഗ്രഹലക്ഷ്മി മാഗസിനോട് സംസാരിക്കുകയായിരുന്നു സുജാത മോഹൻ. ജയേട്ടന്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പറ്റി എന്റെ കുട്ടിക്കാലം മുതൽക്കേ കേൾക്കാറുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായി ജയേട്ടനെ കാണുന്നത് ദാസേട്ടനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ വെച്ചാണ്. അന്ന് അദ്ദേഹത്തിന് ബൊക്ക കൊടുത്തത് ഞാനായിരുന്നു. പിന്നീട് അദ്ദേഹവുമായി ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് പാടിയത് നിറം എന്ന സിനിമയിലാണ്. ആ സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹം മലയാളത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു. തിരിച്ചുവരവിൽ ആദ്യമായി പാടിയ പാട്ടിൽ ഞാനും ഉണ്ടായിരുന്നു എന്നത് സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നീട് ഒരു പിടി ഹിറ്റ് പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ആരെയും കൂസാത്ത, ആരെയും പേടിക്കാത്ത സ്വഭാവമായിരുന്നു ജയേട്ടൻ്റെത്. അങ്ങനെ ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ രീതിയോട് എനിക്ക് പലപ്പോഴും ആരാധന തോന്നിയിട്ടുണ്ട്. എന്തും തുറന്നു പറയാൻ മടിക്കാത്ത ആളായിരുന്നു ജയേട്ടൻ. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല. അത്തരം ആളുകൾ വളരെ കുറവാണ്, സുജാത പറഞ്ഞു.